ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹ ബഹുമാനമുള്ള വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 4ാമത്തെ ബുധനാഴ്ച. ഇന്ന് സന്ധ്യയ്ക്ക് വായിച്ചു കേട്ട എവങ്കേലിയോനിലെ ഒരു വാചകം ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. പത്രോസ് ലീഹ കഫർന്നഹൂമിൽ യേശുവിനോടൊപ്പം വന്നപ്പോൾ പത്രോസ് ലീഹായെ കണ്ടുകൊണ്ട് നികുതി പിരിക്കുന്ന ആളുകൾ, രാജ്യത്തിൻ്റെ നികുതി പിരിക്കുന്ന ആളുകൾ വന്നിട്ട് ഗുരു നികുതി കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഗുരുവിന് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മക്കൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് കൊടുത്താൽ മതി. കർത്താവ് അവിടെ ജനിച്ച ആളായതുകൊണ്ട് കർത്താവിനോ പത്രോസിനോ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ നികുതി ചോദിച്ചു വന്നപ്പോൾ പത്രോസ് ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു. ഇത് ആത്മാവിലെറിഞ്ഞ കർത്താവ് വീട്ടിൽ ഇരിക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം. പത്രോസേ, മക്കൾ സ്വതന്ത്രരല്ലേ, അന്യരല്ലേ നികുതി കൊടുക്കേണ്ടത്? പത്രോസ് അതേ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, പത്രോസേ, നീ അവർക്ക് ഇടർച്ച വരുത്തണ്ട. നീ കൊടുക്കാമെന്ന് പറഞ്ഞു പോയല്ലോ, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നീ എടുക്കണ്ട. മറിച്ച് നീ കടലിൽ പോയി ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായി പിളർന്നു നോക്കുക. അവിടെ എനിക്കും നിനക്കും ഉള്ളത് കിട്ടും, അത് കൊടുക്കുക. അങ്ങനെ ദ്വിദ്രഹ്മ പണം കിട്ടി, അത് കൊടുത്തതായി പറയുന്നു. ഇവിടെ ഒരു പാട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നതാണ്. അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീനേവം പാഷാണ്ഡർക്കെതിരെ ദൃഷ്ടാന്തം 3 സഭ കാട്ടുന്നു. കുഞ്ഞാടിന് വൃക്ഷം നൽകി, തീക്കൽപ്പാറ ജലം നൽകി, മത്സ്യവുമേകി, കന്യാക്ഷേപകരെ 3 പരിഹാസത്തോടു വീക്ഷിപ്പൂ. കന്യകയെ ആക്ഷേപിക്കുന്നവരെ പരിഹാസത്തോട് വീക്ഷിക്കുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത്ഭുതമാം ഫലമേകും വൃക്ഷം, കർക്കശമായ ശില, 3 മീൻ. ഈ 3 അതിലൊന്നാണ് നമ്മൾ ഈ പറഞ്ഞത്. എസ്തീറ മത്സ്യവുമേകി. മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് എസ്തീറ കിട്ടുക എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകും കന്യകയിൽ നിന്ന് ജനിച്ച കർത്താവിനെ. അതൊരു അത്ഭുതമാണ്. കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ച കർത്താവ് ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം എനിക്കും നിനക്കും വേണ്ടി ചെലവായി പോയ ദ്വിദ്രഹ്മ പണമാണ്. ഓർത്തിരിക്കുക, നമുക്ക് വേണ്ടി ചെലവായി പോകുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത വാഹനമാണ് ദൈവമാതാവ്. പ്രിയമുള്ളവരെ, ആ എസ്തീറ ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് കിട്ടിയതുപോലെ ആ കന്യകമറിയാമിൽ നിന്ന്, പരിശുദ്ധയായ കന്യകമറിയാമിൽ നിന്ന് നമ്മുടെ കർത്താവ് ജന്മമെടുക്കുകയാണ്. ഈ അത്ഭുതത്തെയാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കേണ്ടതായ നികുതിയാണ് കർത്താവ്. എനിക്കും നിനക്കും വേണ്ടി ചിലവായി പോയ ദ്വിദ്രഹ്മ പണമാണ് കർത്താവ്. എനിക്കും നിനക്കും വേണ്ടി ഭരണാധികാരികൾക്ക് മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനാണ് കർത്താവ്. എനിക്കും നിനക്കും വേണ്ടി പാളയത്തിൻ്റെ മധ്യത്തിൽ തൂക്കപ്പെട്ടവനാണ് കർത്താവ്. എനിക്കും നിനക്കും വേണ്ടി അടികൊണ്ട് തകർന്നവനാണ് കർത്താവ്. എന്നാൽ അവൻ തകർന്നു പോയവനല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അവന് ജന്മം നൽകിയ മാതാവിനോടൊപ്പം നാം കർത്താവിനെ കാണുന്നു.
പരിശുദ്ധാത്മാവാ ദൈവമേ, ആ എസ്തീറ മത്സ്യമേകിയതുപോലെ, നാണയം മത്സ്യം കൊടുത്തതുപോലെ പരിശുദ്ധ ദൈവമാതാവിൽ നിന്ന് നീ ജാതനായി ഞങ്ങൾക്ക് വേണ്ടി ചെലവായതുപോലെ ദൈവമേ, ഞങ്ങളും നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ഒരു എസ്തീറായി മാറുവാൻ, മറ്റുള്ളവർക്ക് ചെലവായി പോകുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളെ നാളെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.